പരിസ്ഥിതി ദിന പ്രസംഗം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ആദരണീയനായ അധ്യാപകർക്കും എൻ്റെ സഹപാഠികൾക്കും വളരെ നല്ലൊരു സുപ്രഭാതം നേരുന്നു. എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ആയി ആചരിക്കുന്നത്. 1974 മുതൽ ഐക്യരാഷ്ട്രസഭ ഈ ദിനം ആചരിച്ചു വരുന്നു. പ്രകൃതി നമ്മുടെ അമ്മയാണ്. നമ്മൾ നമ്മുടെ അമ്മയെ എങ്ങനെ പരിപാലിക്കുന്നുവോ അതുപോലെ തന്നെ പ്രകൃതിയെയും കരുതണം. മരങ്ങളുടെയും കാടുകളുടെയും സംരക്ഷണം ഉറപ്പാക്കുക, അതുവഴി സന്തുലനവും കാലാവസ്ഥാ വ്യതിയാനവും ഉറപ്പാക്കുക എന്നതാണ് പരിസ്ഥിതി ദിനാചരണത്തിൻ്റെ പ്രധാന ലക്ഷ്യം. വർഷം തോറും കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഓക്സിജന്റെ അളവും കാടുകളുടെ വിസ്തീർണവും ഇതിന് ഒരു പ്രധാന കാരണമാണ്. അന്തരീക്ഷത്തിൽ എത്തിച്ചേരുന്ന കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ്, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എന്നീ വാതകങ്ങളുടെ അളവ് കൂടിക്കൊണ്ടിരിക്കുന്നു. കാലാവസ്ഥ വ്യതിയാനം, താപനില വർധന, സുനാമികൾ, കൊടുങ്കാറ്റുകൾ തുടങ്ങിയവ മനുഷ്യജീവിതത്തെ സാരമായി ബാധിക്കുന്ന ഈ കാലത്തിൽ ഒരു തിരിച്ചുപോക്ക് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ വരും തലമുറയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പോലും പറ്റാതെ വരും. ഓരോ മനുഷ്യൻ്റെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ ഭൂമി മതിയായതാണ്. പക്ഷേ ഓരോ മനുഷ്യൻ്റെയും അത്യാഗ്രഹമല്ല എന്നാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത്. പരിസ്ഥിതി ദിനത്തെക്കുറിച്ചുള്ള പ്രാധാന്യം ഓരോ മനുഷ്യനെയും ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ദിനം നാം ആഘോഷിക്കുന്നത്. ഈ കൊറോണയുടെ സമയത്ത് നാം അറിഞ്ഞു ഓക്സിജന്റെ വില. ഇത്രയും നാൾ പ്രകൃതി നമുക്ക് വെറുതെ തന്നപ്പോൾ നമ്മൾ അത് മനസ്സിലാക്കിയില്ല. ഇനിയെങ്കിലും എല്ലാവരും അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രകൃതിയെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും വേണം. മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നത് അവസാനിപ്പിക്കുക. വലിയ വലിയ മലകൾ അവിടെ തന്നെ നിൽക്കട്ടെ. അത് നിരത്തി കെട്ടിടം പണിയാതിരിക്കുക. ആവശ്യമില്ലാതെ പ്ലാസ്റ്റിക് വസ്തുക്കൾ കത്തിച്ച് അന്തരീക്ഷത്തിൽ മലിനീകരണം ഉണ്ടാക്കാതിരിക്കുക. പരിസ്ഥിതി മലിനീകരണം കൂടി വരുന്ന ഈ കാലഘട്ടത്തിൽ പ്രകൃതിയെക്കുറിച്ചും മരങ്ങളുടെ പ്രാധാന്യവും ശുദ്ധവായുവിൻ്റെ ആവശ്യകതയും എല്ലാം ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നാം ഈ ദിനം ആചരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ഭൂമിയെ തിരിച്ചു പിടിക്കാൻ പറ്റും. നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാം, പ്രകൃതിയെ നോവിക്കാതെ. വനം കയ്യേറുന്നതിന് പകരം മരങ്ങൾ നട്ടുപിടിപ്പിച്ചും നമുക്ക് പരിസ്ഥിതി സംരക്ഷണ ദിനത്തിൻ്റെ പങ്കാളികളാവാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും എൻ്റെ പരിസ്ഥിതി ദിന ആശംസകൾ. നന്ദി.